ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുണ്ടെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ ഹൈക്കോടതി വിശദീകരണം തേടി. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് ഗുരുവായൂർ ദേവസ്വത്തിന് നിർദ്ദേശം. സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ ലഭിച്ച തുകയിൽ 27 ലക്ഷം രൂപയുടെ കുറവ് കണ്ടെത്തിയതായാണ് ഓഡിറ്റ് വിഭാഗം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 2019 മുതൽ 2022 വരെയുള്ള കാലയളവിലാണ് തിരിമറി. ബാങ്ക് നൽകുന്ന ക്രെഡിറ്റ് സ്ലിപ്പും അക്കൗണ്ടിലെത്തിയ തുകയും തമ്മിലാണ് 27 ലക്ഷത്തിലധികം രൂപയുടെ വ്യത്യാസം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ? നീലിമ, ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പണം ഏതെങ്കിലും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഡോക്ടർ PS മഹേന്ദ്രകുമാർ നൽകിയ ഹർജിയിലാണ് 2024 മെയ് മാസം സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഇതിന്റെ വിവരങ്ങളിലാണ് ഞെട്ടിക്കുന്ന വസ്തുതകൾ ഉള്ളത്. അതായത് ഗുരുവായൂർ ദേവസ്വത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാമ്പത്തികമായിട്ടുള്ള തിരിമറി നടക്കുന്നുണ്ട് എന്നാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ 27 ലക്ഷം രൂപയുടെ കുറവാണ് റിപ്പോർട്ട് പ്രകാരം കണ്ടെത്തിയിരിക്കുന്നത്. 2019 കാലഘട്ടം മുതൽ 2022 വരെയുള്ള 3 വർഷത്തെ ലോക്കറ്റ് വിൽപ്പനയിൽ ഈ 27 ലക്ഷത്തിന്റെ കുറവ് സംഭവിച്ചിരിക്കുന്നത്. ഈ ലോക്കറ്റ് വിൽപ്പനയിലെ തുക സാധാരണ രീതിയിൽ നിക്ഷേപിച്ചിരുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ 2 അക്കൗണ്ടുകളിലാണ്. അതോടൊപ്പം തന്നെ ബാങ്കിന്റെ കളക്ഷൻ സ്റ്റാഫ് വന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുക കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. ഈ ബാങ്ക് ജീവനക്കാരൻ ആ സമയത്ത് നൽകുന്ന ക്രെഡിറ്റ് സ്ലിപ്പും അക്കൗണ്ടിലെത്തിയ തുകയും തമ്മിലാണ് വലിയ വ്യത്യാസം കണ്ടെത്തിയത്. ഇത്തരത്തിൽ 27 ലക്ഷം രൂപയുടെ വ്യത്യാസം 2019 മുതൽ 2022 വരെയുള്ള ലോക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള തുകയുടെ കണക്കിൽ ഉണ്ട് എന്നാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാനായിട്ട് ദേവസ്വം അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്കൊന്നും തന്നെ അധികൃതർ കടന്നില്ല എന്നുള്ള ആക്ഷേപം കൂടി ഓഡിറ്റ് വിഭാഗം പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഈ ബാങ്കിന്റെ കളക്ഷൻ ജീവനക്കാരൻ തുക അതാത് ദിവസം കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധിക്കുന്നതിലും ക്ഷേത്രം ജീവനക്കാർക്ക് അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അതുമാത്രവുമല്ല, ഈ ലോക്കറ്റ് വിൽപ്പനയുടെ ക്രമക്കേട് മാത്രവുമല്ല, ഈ CCTV സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ബില്ല് തുക കരാറുകാരന് നൽകിയതിലും ചില കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അതായത് കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതി പ്രകാരമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ CCTV സ്ഥാപിക്കുവാനായിട്ടുള്ള കരാറ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകുന്നത്. അത് നൽകിയ സമയത്ത് സാധാരണ രീതിയിൽ ഈ ദേവസ്വം ഫണ്ടിൽ നിന്നും ഈ തുക നൽകേണ്ടതില്ല. പകരം പ്രസാദ് ഫണ്ടിൽ 90 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു. അത് എടുക്കാതെ ദേവസ്വം ഫണ്ടിൽ നിന്ന് 89 ലക്ഷം രൂപയാണ് ദേവസ്വം അധികൃതർ ചെലവഴിച്ചത്. ഇത് പ്രകാരം പലിശ ഇനത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന് ലഭിക്കേണ്ട തുക അത് നഷ്ടമായി എന്നാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ദേവസ്വം അധികൃതരോട് ഓഡിറ്റ് വിഭാഗം ആരായുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് പലിശ ഇനത്തിൽ നഷ്ടപ്പെട്ട തുക തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഒരു സ്ലിപ്പ് എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിന്മേലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ഒരു നഷ്ടം വരുത്തിയ തുക ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് 2024 ഓഡിറ്റ് വിഭാഗം സ്വീകരിച്ചത്. എന്നാലും നിലവിൽ ഈ 2024 മെയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ അടക്കം ഒരു മറുപടി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ ദേവസ്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖാമൂലമുള്ള മറുപടി നൽകാനായിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഈ ഒരു തിരിമറി കൂടാതെ തന്നെ ക്ഷേത്രത്തിന്റെ അതായത് ദേവസ്വത്തിന്റെ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്. ഈ കരാറുകളൊക്കെ നൽകിയത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ്. അവർ അധികമായിട്ട് തുക ഏകദേശം 1 കോടിയിലധികം രൂപ ഈടാക്കി എന്നുള്ള കണ്ടെത്തലും ഓഡിറ്റ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇതടക്കമുള്ള വിശദമായിട്ടുള്ള കണക്കുകൾ
തെളിവുകളും രേഖകളുമാണ് ഹൈക്കോടതി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ലോക്കറ്റ്, സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ അടക്കം 27 ലക്ഷത്തിന്റെ അന്തരം അല്ലെങ്കിൽ വ്യത്യാസം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഒരു നടപടിയിലേക്കോ അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കോ ദേവസ്വം കടന്നില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ആശ്ചര്യസൂചകമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഗുരുവായൂർ ദേവസ്വത്തിൽ വൻ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്നാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. നീലിമ, സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തലാണ് പുറത്തു വന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൽ നടക്കുന്നത് വൻ ക്രമക്കേട്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനിയൊരു ഇടവേളയാണ്.